പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ജില്ലാ നേതൃത്വം KPCC മാനദണ്ഡം പാലിച്ചില്ല എന്നുള്ള പരാതിയിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. നേതൃത്വത്തെ പരാതിക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അറിയിച്ചു. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. സഹിനെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ ഒരു കമ്മീഷനെയൊക്കെ, രണ്ടംഗ കമ്മീഷനെയൊക്കെ അന്വേഷണത്തിന് നിയോഗിച്ചതുമൊക്കെയാണ്. പക്ഷേ ഇതിലിപ്പോൾ ഈ അന്വേഷണം എങ്ങും എത്തിയില്ല അല്ലേ? ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. KC ജോസഫ്, മോഹൻകുമാർ, KP മുഹമ്മദ് എന്നീ 3 പേരായിരുന്നു അന്വേഷണ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. നേരത്തെ നമുക്കറിയാം, ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള ആളുകൾ പരാതിയുമായി KPCC നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളതായിരുന്നു പരാതി. ഒപ്പം തന്നെ തൃക്കാക്കരയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഇതേ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു KPCC നേതൃത്വം തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിരുന്നു. അന്ന് സ്വാഭാവികമായും ദീപ്തി അന്ന് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ദീപ്തിയെ പോലെയുള്ള ഒരാളുടെ പരാതിയും ഒപ്പം തന്നെ ഉമാ തോമസ് MLA അടക്കമുള്ള ആളുകൾ നൽകിയ പരാതിയും പരിഗണിക്കേണ്ടതായി KPCC നേതൃത്വത്തിന് വന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചത്. KC ജോസഫ് ആയിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ്റെ നേതൃത്വ നിലയിൽ ഉണ്ടായിരുന്നത്. അന്വേഷണ കമ്മീഷൻ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു KPCC നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 29-ാം തീയതി KPCC നേതൃയോഗം ചേരുകയാണ്. പക്ഷേ ഇതുവരെയും അന്വേഷണ കമ്മീഷൻ ആരുടെയും മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകിയ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അവർ അതൃപ്തി KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മേയർ സ്ഥാനവും ഒപ്പം തന്നെ ചെയർമാൻ സ്ഥാനവും എല്ലാം വീതം വെച്ചപ്പോൾ പല ആളുകൾക്കും പരിഗണന ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു പരാതി. മാത്രമല്ല, അർഹതപ്പെട്ട സ്ഥാനം നഷ്ടമായി എന്നുള്ള പരാതിയെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കെയാണ് ഈ അന്വേഷണ കമ്മീഷൻ എങ്ങും എത്താതെ ഇപ്പോൾ ഒരു മൊഴി പോലും എടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ അതൃപ്തി കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് പല ആളുകൾക്കുമുണ്ട്. ഓക്കെ സഹി.